Hi everyone, welcome back. This is Nirjana here from Leo Tales. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഹെയർ പ്രോഡക്ട്സ് ആണ്. ബിയോണ്ട് ഷാംപൂ ആൻഡ് കണ്ടീഷണർ സംതിങ് മോർ, അതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ ഒരു ഉദ്ദേശം. ഷാംപൂ കണ്ടീഷണറൊക്കെ ഞാൻ ഉറപ്പായിട്ടും കാണിക്കാം, പക്ഷേ മോർ ദാൻ ദാറ്റ് സം അതർ പ്രോഡക്ട്സ്. സോ ഐ എം ഗോൺ ടു സ്റ്റാർട്ട് വിത്ത് Co-Wash. So the brand I have here is by the brand Curl Sense. So Co-Wash എന്ന് പറയുമ്പോൾ ഒരു ഷാംപൂ വാഷ് തന്നെ, പക്ഷേ ഒരു കണ്ടീഷനിങ് എഫക്റ്റും കൂടെ കിട്ടും. ഷാംപൂ പ്ലസ് കണ്ടീഷണർ അല്ല, പ്രൈമർലി ദിസ് ഇസ് എ ക്ലെൻസിങ് ഷാംപൂ, പക്ഷേ ഒരു കണ്ടീഷനിങ് എഫക്റ്റും കൂടെ കിട്ടുന്ന രീതിയിലാണ്. ഇപ്പം Co-Wash യൂഷ്വലി ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇപ്പം റെഗുലർലി ജിമ്മോ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നവർക്ക് എന്നും തല വേർക്കും, പക്ഷേ അപ്പോൾ എന്നും ഷാംപൂ ഇടുന്ന ഫീസിബിൾ അല്ല. അല്ലെങ്കിൽ ഒരുപാട് കേളി ഹെയർ ആയിട്ടുള്ള ആൾക്കാർക്കും എഗെയിൻ എന്നും വാഷ് ചെയ്യുന്ന ഫീസിബിൾ അല്ല. അപ്പോൾ മോസ്റ്റ്ലി കേളി ഹെയർ ഓറിയൻറ്റഡ് ബ്രാൻഡുകളാണ് ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ബട്ട് ദാറ്റ് ഡസൻ മീൻ ഇറ്റ് ഇസ് ഓൺലി ഫോർ കേളി ഹെയർ. So this is a sulfate free Co-Wash for thick hair എന്നാണ് വെപ്പ്. ഞാനിപ്പോൾ എൻ്റെ മുടിയിൽ ഇന്നലെ അത് യൂസ് ചെയ്തിട്ട് ദിസ് ഇസ് ഹൗ മൈ ഹെയർ ലുക്സ് ലൈക്ക്. ഞാൻ ഷാംപൂ കണ്ടീഷണർ ഒന്നുമില്ല, only this. മൈ ഹെയർ വാസ് ഗ്രീസി ഫ്രം 2 days. ഓയിൽ ഒന്നും ചെയ്യാണ്ട് വാഷ് ചെയ്തിട്ട് മൈ ഹെയർ ഫീൽസ്, ഇവിടെയൊക്കെ തൊടുമ്പോൾ അറിയാം, ഫീൽസ് റിയലി ഫ്രഷ് ആൻഡ് ഹെയർ അധികം ഡ്രൈ ഒന്നും ആവുന്നില്ല. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. സോ since it is sulfate free, it has sodium C1416 olefin sulfonate. ഇതാണ് ഹെയറിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഹാർഷ് ഓൺ ദ സ്കാൽപ്പ്. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് മുറുമുറു ബട്ടർ വിച്ച് ഇസ് ഗുഡ് ഫോർ കണ്ടീഷനിങ് ദ ഹെയർ. സോ ഇതിനകത്ത് പാരബൻ ഇല്ല, സൾഫേറ്റ് ഇല്ല, സിലിക്കോൺ ഇല്ല, ക്രൂവൽറ്റി ഫ്രീ, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ്. യു ആർ ഗെറ്റിംഗ് അറൌണ്ട് 300 or 250 ml ഓഫ് ദ പ്രോഡക്റ്റ്. പ്രൈസിങ് അറൌണ്ട് 500 ആണ് വരുന്നത്. ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യുക, കീപ്പ് ഇറ്റ് ഫോർ എ മിനിറ്റ് ഓർ 2 ആൻഡ് ദെൻ ജസ്റ്റ് റിൻസ് ഇറ്റ് ഓഫ്. ഭയങ്കര ബെനിഫിഷ്യലാണ്, എസ്പെഷ്യലി സമയമില്ലാത്ത ആൾക്കാർക്ക്. ഷാംപൂ കണ്ടീഷണർ ഒന്നും ഉപയോഗിച്ച് ഓയിൽ ഒന്നും ചെയ്യാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. സോ ഐ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് Co-Wash എനി ഡേ. ദ നെക്സ്റ്റ് വൺ ഐ ഹാവ് ഹിയർ ഇസ് ബൈ വാവ്. ഇതിപ്പോൾ വാവിൻ്റെ മാത്രമല്ല, ഞാൻ ഈ ഹെയർ കെയർ പ്രോഡക്ട്സ് സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് സ്കാൽപ്പ് ക്ലെൻസിങ് പ്രോഡക്ട്സ് ഞാൻ കണ്ടു. ഐ പിക്ഡ് വാവ് ബിക്കോസ് ഐ ലൈക്ക് ദ ഇൻഗ്രീഡിയൻസ്. സോ ദിസ് ഇസ് കോൾഡ് ദ സ്കാൽപ്പ് റീബൂട്ട് പ്രീ ഷാംപൂ. ഷാംപൂ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഡ്രൈ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ദിസ് വൺ കണ്ടെയ്ൻസ് ഗ്ലൈക്കോളിക് ആസിഡ് വിച്ച് ഇസ് എൻ AHA, ഓട്സ് ആൻഡ് ബിസാബളോൾ, ലാക്റ്റിക് ആസിഡ് വിച്ച് ഇസ് അഗെയിൻ എൻ AHA ആൻഡ് ഹൈലറോണിക് ആസിഡ്. ഇതൊരു ജെൻറ്റിൽ ക്ലെൻസ് ഫോർ ഗ്രീസ്, ഫ്ലേക്സ് ആൻഡ് പ്രോഡക്റ്റ് ബിൽഡപ്പ്. അറിയാമല്ലോ, നമ്മൾ തല സ്ക്രാച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഡാൻഡ്രഫ് അല്ല, പ്രോഡക്റ്റ് ബിൽഡപ്പ് ആയിരിക്കാം, അഴുക്കായിരിക്കാം. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ മുഖത്തെ സ്കിൻ തന്നെയാണ് നമുക്ക് സ്കാൽപ്പിലുള്ളത്. അപ്പോൾ അതിനും എക്സ്ഫോളിയേഷൻ ആവശ്യമാണ്. പക്ഷേ തലയിൽ മറ്റേ പൊടിയൊക്കെ വെച്ച് എക്സ്ഫോളിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല, എനിക്കതിനുള്ള ക്ഷമയില്ല. അപ്പോൾ ഇതൊരു ലിക്വിഡ് അല്ല, ജെൽ പോലെയാണ്. ഞാൻ ചെയ്യുന്ന മുടി പാർട്ടിഷൻ എടുത്തിട്ട് ആ ജെൽ അപ്ലൈ ചെയ്തിട്ട് ഇതുവഴിയാണ് നമ്മൾ ഡിസ്പെൻസ് ചെയ്യുന്നത്. ജെൽ നേരെ തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യും. എനിക്ക് ഈ ഒരു ഏരിയയിലൊക്കെ ആക്ച്വലി പ്രോഡക്റ്റ് ബിൽഡപ്പ് എപ്പോഴും വരാറുണ്ട്, സ്കാൽപ്പ് ഡേർട്ടും വരാറുണ്ട്. അപ്പം അതങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ നമുക്ക് തല ചൊറിച്ചിൽ തോന്നില്ല, ചിലപ്പോൾ പെയിനല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഡാൻഡ്രഫ് ഒന്നുമല്ല, ബിൽഡപ്പ് കാരണം ഒരു ചൊറിച്ചിലൊക്കെ വരും. സോ അതിനിത് ഭയങ്കര നല്ലതാണ്. യു ഹാവ് ടു കീപ്പ് ഇറ്റ് ഓൺലി ഫോർ 5 minutes. ഡാം ഹെയറിലോ അപ്ലൈ ചെയ്യാം, ഡ്രൈ ഹെയറിലോ അപ്ലൈ ചെയ്യാം. സ്കാൽപ്പിലാണ് ബേസിക്കലി, തലമുടിയിലല്ല. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഓയിൽ ഇടാം, കുഴപ്പമില്ല. ഇത് വാഷ് ഓഫ് ചെയ്ത് കളയുക. അപ്ലൈ ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ എനിക്ക് സ്കാൽപ്പിൻ്റെ ആ ഒരു ഇച്ചിനെസ് കുറയുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പൊതുവെ ഫ്ലേക്കിംഗ് ഇല്ല, പക്ഷേ പ്രോഡക്റ്റ് ബിൽഡപ്പ് വരാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആപ്ലിക്കേറ്ററും ഭയങ്കര നല്ലതാണ്, ഒരു പോയിൻറ്റഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ സ്പോട്ടിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ക്വാണ്ടിറ്റി ഈസ് ഓൾസോ യു ആർ ഗെറ്റിംഗ് 275 ml. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നില്ല, ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. യു ഡോണ്ട് ഹാവ് ടു എക്സ്ഫോളിയേറ്റ് യുവർ സ്കിൻ എവറി ഡേ. അപ്പം അങ്ങനെയാണ് യൂസ് ചെയ്ത് പോകുന്നത്. മൈ ഹസ്ബൻഡ് ഇസ് ഓൾസോ യൂസിങ് ആൻഡ് ഹീ ഈസ് ഓൾസോ ലൈക്കിങ് ഇറ്റ്. ആൻഡ് ദെൻ ഐ ഓൾസോ ട്രൈഡ് എ ഡ്രൈ ഷാംപൂ. ഞാനത് യാത്ര പോയ സമയത്ത് തായ്ലൻഡ് പോയപ്പോൾ ഐ ടുക്ക് ഇറ്റ്. എന്നും വാഷ് ചെയ്യാൻ സമയം കിട്ടത്തില്ലെങ്കിലോ എന്ന അസംഷനിലായിരുന്നു, വിച്ച് വാസ് ട്രൂ. സോ ദ തിങ് അബൌട്ട് ഡ്രൈ ഷാംപൂ ഇസ് ദാറ്റ് ദിസ് ഇസ് കോൾഡ് എയർ പൗഡർ ഡ്രൈ ഷാംപൂ ബൈ ദ ബ്രാൻഡ് വിഷ് കെയർ. സ്കാൽപ്പ് റിഫ്രഷ് ആൻഡ് റീസെറ്റ്, നിയാസിനമൈഡ്, പ്രീബയോട്ടിക്സ്, കാവലിൻ ക്ലേ, റൈസ് ആൻഡ് ടപ്പിയോക്ക സ്റ്റാർച്ച്. അതിങ്ങനെ പൊടിയാണ് ഉള്ളത്, പൗഡർ പോലെയാണ് ഉള്ളത്. ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഡെമോ വീഡിയോ ആഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് വെച്ചിട്ട് യു ജസ്റ്റ് അപ്ലൈ ഇറ്റ് ഇൻ യുവർ സ്കാൽപ്പ് ഏരിയ. ഒരു ഗ്രേ കളറാണ്, അതുകൊണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം പറ്റുമെങ്കിൽ ഒന്ന് തട്ടിവിടുക. പൊടിയായിട്ടിരിക്കില്ല, ജസ്റ്റ് ഒന്ന് തട്ടിവിടുക. സോ ദ തിങ് വിത്ത് എ ഡ്രൈ ഷാംപൂ ഇസ് ദാറ്റ്, ഞാൻ പൊതുവെ ഷാംപൂ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു ഏരിയയിൽ ഗ്രീസിനെസ് വരുമ്പോഴാണ് ഞാൻ ഷാംപൂ, മുടി കഴുകാൻ സമയമായി എന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ എവറി ഡേ വന്നുകൊണ്ടിരിക്കുമ്പോൾ വാഷ് ചെയ്യാൻ ടൈമും ഇല്ല, പെട്ടെന്നൊരു പാർട്ടിക്ക് പോകണമെങ്കിൽ ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ആ ഗ്രീസിനെസ് കുറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡ്രൈ ഷാംപൂ. ക്ലെൻസിങ് അല്ല ഇവിടെ നടക്കുന്നത്, ആ ഗ്രീസിനെസ് അബ്സോർബ് ചെയ്തൊരു ഫ്രഷ്നെസ് തരിക എന്നുള്ള. ഐ വുഡ് സേ ഇപ്പം 100% ഗ്രീസി ആയിട്ട് എൻ്റെ ഹെയർ ഇരിക്കുവാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം അത് ഒരു 60% ഓക്കെ ആവും.
അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഫുൾ ബെനിഫിറ്റ് എന്ന് പറയില്ല, പക്ഷേ ഞാൻ ഈ ഡ്രൈ ഷാമ്പു കിട്ടി വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഗുഡ്, ഒരു ക്വിക്ക് ഫിക്സ് പോലെയാണ്. പക്ഷേ റിമെമ്പർ, ഈ പ്രോഡക്റ്റും നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ പ്രോഡക്റ്റ് ബിൽഡപ്പ് ആയിട്ട് ആഡ് ആകും. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് വാഷ് ചെയ്തേ പറ്റൂ. സോ ഇറ്റ് ഇസ് നെവർ എ റീപ്ലേസ്മെൻറ്റ് ഫോർ ഷാമ്പു. പിന്നെ ഈ വിഷ് കെയറിൻ്റെ ഈ പർട്ടിക്കുലർ ബ്രാൻഡ് ആണെങ്കിൽ ഇതിലെ ഇൻഗ്രീഡിയൻസ്, ഇപ്പം നിയാസിനമൈഡ്, പ്രീബയോട്ടിക്, കാലുൻ ക്ലേ, ടപ്പിയോക്ക, സ്റ്റാർച്ച്, ഇൻഗ്രീഡിയൻസ് നല്ലതായത് കൊണ്ട് തന്നെ ഇത് സ്കാൽപ്പിനും നല്ലതാണ്. വേറെ ഡാമേജ് ഒന്നും ഹെയറിന് വരത്തില്ല, അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഇത് ഷാമ്പൂവിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് കരുതാൻ പറ്റത്തില്ല. ഐ ഹവ് ട്രൈഡ് ഇറ്റ് ഓൺ മൈ ഹസ്ബൻഡ്സ് ഹെയർ ആസ് വെൽ. ആൾക്കും ഈ പെട്ടെന്ന് ഗ്രീസി ആവുന്ന മുടിയാണ്. ഞങ്ങൾ യാത്ര പോയപ്പോൾ ഇറ്റ് വാസ് ഗുഡ്. ഒരു വാവ് ഫീലിംഗ് അല്ല ഒബ്വിയസ്ലി. തിരിച്ചു വന്ന് വാഷും ചെയ്തു, ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഒക്കെ വാഷ് ചെയ്തു, വിച്ച് വാസ് ഓക്കെ. ബട്ട് യെസ്, ഒന്നുമില്ലാണ്ട് ഗ്രീസി ഹെയർ കൊണ്ട് പുറത്ത് പോകുന്നതിനേക്കാൾ മച്ച് ബെറ്റർ ആണ്. ആൻഡ് യു ക്യാൻ ട്രൈ ദ ബ്രാൻഡ് വിഷ് കെയർ. കാരണം പൊതുവേ നമ്മളിത് കാണുന്നത് സ്പ്രേ രീതിയിലൊക്കെയാണ്. ബെറ്റീസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പല ബ്രാൻഡ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഇപ്പം ആൽക്കഹോൾ തുടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. അപ്പോൾ അതെനിക്ക് ഓക്കെ അല്ല, സ്കാൽപ്പ് ഓൾറെഡി സെൻസിറ്റീവ് ആണ്. അപ്പം ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇസ് ആക്ച്വലി വെരി യൂസ്ഫുൾ ഫോർ മീ. Then I have 2 shampoos, 2 conditioners and 2 oils to show you. The shampoo that I am absolutely loving, Bare Anatomy. എനിക്ക് തോന്നുന്നു 2024 തൊട്ട് ഞാൻ Bare Anatomy ഫാനാണ്. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കളർ പ്രൊട്ടക്ട് ഷാമ്പൂ ആണ്. പക്ഷേ കളറൊക്കെ ഏതാണ്ട് പോയി, പിന്നെ ഒന്നും പ്രൊട്ടക്ട് ചെയ്യാനില്ല. കഴിഞ്ഞ വർഷം കളർ ചെയ്താണ്, അതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നുമില്ല. ഇറ്റ് ഇസ് ഫൈൻ. ആൻഡ് ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് Bare Anatomyയുടെ കേൾ ഡിഫൈനിങ് ഷാമ്പൂ ആണ്. സോ the color protect was good, and the smell was nice. നല്ല ക്ലീനിങ് എഫക്റ്റ് തരുമായിരുന്നു. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ഷാമ്പൂ ഒന്നും ഇട്ടില്ലെങ്കിലും മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവില്ല. പിന്നെ ഞാൻ എപ്പോഴും ഇതിന് ശേഷം കണ്ടീഷണറോ മാസ്കോ ഇടും. മാസ്ക് ഞാൻ കണ്ടീഷണർ പോലെ ഉപയോഗിക്കുക. ഐ റിയലി ലൈക്ക് ദ ഷാമ്പൂ. പ്രൈസ് വൈസ് ആണെങ്കിലും വാല്യൂ ഫോർ മണി. ഇതിൻ്റെ തന്നെ ആൻറ്റി ഡാൻഡ്രഫും സ്കാൽപ്പ് ബിൽഡപ്പ് ഏതൊക്കെയോ വേർഷൻസ് എൻ്റെ ഹസ്ബൻഡും യൂസ് ചെയ്യുന്നുണ്ട്. Bare Anatomy ആസ് സച്ച് എ ബ്രാൻഡ് ദാറ്റ് വി ലൈക്ക്. ഈ കേൾ ഡിഫൈനിങ് ഞാൻ ഈ കളർ ചെയ്യുന്നതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന ഷാമ്പൂ ആണ് ആക്ച്വലി ഇത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാറ്റി, ഇപ്പം ഞാൻ വീണ്ടും വാങ്ങി. ഐ ലവ് ദിസ് വൺ. എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ഷാമ്പൂവിൻ്റെ ലിസ്റ്റിൽ പെടുത്താവുന്ന ഒരു സാധനമാണ്. എനിക്കെൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ മാസ്കും രണ്ടും. ദ സ്മെൽ ഇസ് സോ നൈസ്. മുടി ആക്ച്വലി കേൾ ഡിഫൈനിങ് ഹെയർ എന്ന് പറയുമ്പോൾ ഡ്രൈ ഹെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഫ്രിസി ഡ്രൈ ഹെയർ ആണ് ശരിക്കും കേൾസ് കിട്ടുന്നത് നമുക്ക്, അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ ഹെയർ, നോർമൽ കേളി ഹെയർ ഏത് തന്നെ ആണെങ്കിലും യു ക്യാൻ യൂസ് ദിസ്. എനിക്ക് എൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ് കണ്ടെയ്ൻസ് കോക്കനട്ട് ഓയിൽ, ഹൈലറോണിക് ആസിഡ്, കാസ്റ്റർ ഓയിൽ, CL Max ടെക്നോളജി. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇത് മുടിക്ക് ഭയങ്കര ലൈക്ക് മണമാണെങ്കിലും അപ്ലൈ ചെയ്തിട്ട് പോകുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ നല്ല മണമാണല്ലോ ഹെയറിനെന്ന് പറയും. സോ ഒരു പെർഫ്യൂം ഒക്കെ അടിച്ച പോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. ഐ ആബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. സോ Bare Anatomy ഷാമ്പൂസ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കമ്മിങ് ടു 2 ഹെയർ ഓയിൽസ്, ഐ ഹാവ് ബോഡി വൈസിൻ്റെ ആൻഡ് മോഹ. എനിക്ക് 2 ഹെയർ ഓയിൽ വരാനുള്ള കാരണം എനിക്ക് എല്ലാ ദിവസവും മുടി അങ്ങനെ ഓയിൽ ചെയ്തിരിക്കാനുള്ള സമയം കിട്ടാറില്ല. പക്ഷേ ഞാൻ ഒന്നോട്ടുള്ള ദിവസങ്ങളിൽ ഷാമ്പൂ ചെയ്യുമ്പോൾ കുറച്ചൊന്നും ഓയിൽ ചെയ്യാതെ എനിക്ക് പറ്റില്ല. നമ്മൾ മറ്റേ പാനിൽ ബട്ടർ വെച്ച് കൊടുക്കുന്ന പോലെയാണ്, ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞ പോലെ എനിക്ക് മുടി ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുറച്ച് ഈസി ആയിട്ട് വാഷ് ചെയ്യാനായിട്ട് ഞാൻ മോഹയുടെ ഈ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ 5-in-1 ഹെയർ ഓയിൽ. ആൽമണ്ട്, ഹോഹോബ, റുസ്മാരി, ആർഗൻ ആൻഡ് കോക്കനട്ട്. ഇത് ആക്ച്വലി കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്, അതാണ് എനിക്കിത് ഇഷ്ടം. അത് അപ്ലൈ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്, കഴുകിക്കളയാനും ഭയങ്കര എളുപ്പമാണ്. മുടി വളരുമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല. മുടി വളരുമ്പോൾ ഒന്നും ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ബട്ട് എനിക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ടും ഇത് അത്യാവശ്യം അഫോർഡബിളി പ്രൈസ്ഡ് ആയിരുന്നത് കൊണ്ടും ദേ സേ ഇറ്റ് വിൽ കൺട്രോൾ ഹെയർ ഫോൾ, ഡാൻഡ്രഫ്, റിപ്പയർസ് ഡൾ ഹെയർ, റെവിറ്റലൈസസ് ഹെയർ ആൻഡ് സ്കാൽപ്പ്. ഇതൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. ബട്ട് ഐ ഡു ലൈക്ക് ഇറ്റ്. ഹെയർ ഫോൾ കൂടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മണം നല്ലതാണ്, പെട്ടെന്ന് വാഷ് ചെയ്ത് കളയാൻ പറ്റും, ഹെവി ഓയിൽ അല്ല. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സംതിങ് ലൈക്ക് ദാറ്റ്, മോഹയുടെ ഈ 5-in-1 ഹെയർ ഓയിൽ ഇസ് ഗുഡ്. ഇനി കുറച്ചും കൂടെ തിക്കർ ആപ്ലിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ, എൻ്റെ അടപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയി, 5% റോസ്മെരി ഓയിലാണിത്, ബോഡി വൈസിൻ്റെ. ഇങ്ങനെയാണ് എൻ്റെ ആപ്ലിക്കേറ്റർ, ഒരു പോയിൻറ്റി ആപ്ലിക്കേറ്ററാണ്. അപ്പം നമുക്ക് കറക്റ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ ഈസിയാണ്. ഇത് തിക്കാണ്, കാരണം ദിസ് വൺ കണ്ടെയ്ൻസ് ഒലിവ് ഓയിൽ, അംല, കാസ്റ്റർ ഓയിൽ ആൻഡ് അണിയൻ ഓയിൽ. കാസ്റ്ററും ഒലിവ് ഓയിലൊക്കെ വരുമ്പോൾ അറിയാമല്ലോ, അത് കുറച്ചൊരു തിക്ക് ടെൻഡൻസിയാണ് ഉള്ളത് ഇതിനകത്ത്. തിക്ക് കൺസിസ്റ്റൻസിയാണുള്ളത്. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് ഫെനുഗ്രീക്ക് ഓയിൽ, ഫ്ലാക്സ് സീഡ്, ബ്രിങ്കറാജ്, അംല. നമ്മൾ സ്ഥിരം ഓയിൽ കാണുന്ന എല്ലാ അടിപൊളി ഇൻഗ്രീഡിയൻസും ഇതിനകത്തുണ്ട്. പിന്നെ മണം കുറച്ച് ഹെർബൽ, സ്ട്രോങ് എന്നല്ല, ഇറ്റ്സ് ഡീപ്പ്. കുറച്ച് തിക്കർ ഓയിൽ ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റൊക്കെ പതുക്കെ നിന്നിട്ട് മേ ബി തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യുന്നൊരു ഓയിലാണ്. പെട്ടെന്ന് എടുത്ത് കഴുകി ഉപയോഗിച്ച് പോകുന്നൊരു രീതിയിലല്ല. അതുകൊണ്ടാണ് 2 ഹെയർ ഓയിൽസ് വന്നത്. ഐ തിങ്ക് എവരി വൺ ഷുഡ് ഹാവ് 2 ടൈപ്പ് ഓഫ് ഹെയർ ഓയിൽസ് ഫോർ ദെയർ യൂസ്. Then I have 2 products from Love Beauty and Planet. ഇതിൻ്റെ ഈ ഷാംപൂ, ദിസ് ഇസ് വാട്ട് മൈ ഹസ്ബൻഡ് is using right now. Jojoba oil, hibiscus ആണോ?
hibiscus and pentavetin, hydrate and nourish sulfate free shampoo. This is what he is using. ഞാനും ഇടയ്ക്കെടുത്ത് ഉപയോഗിക്കാറുണ്ട്. This is good. No paraben, no sulfate. Paraben sulfate ഇല്ലാത്ത ഷാമ്പൂ ആണെങ്കിൽ അപ്പം തന്നെ ഞാൻ കുറച്ച് ഇംപ്രസ്ഡ് ആവും. ഇതിൻ്റെ മണമാണെങ്കിലും ജെൻറ്റിലാണ്. ഇറ്റ്സ് ലൈക്ക് എ ജെൻറ്റിൽ സ്കാൽപ്പ് ക്ലെൻസർ, നത്തിങ് ടു ഹെവി, വാഷ് ഓഫ് ചെയ്ത് കളയാനും എളുപ്പമാണ്. നിങ്ങൾ ഓയിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിലും ഇറ്റ് ഇസ് ഈസി ടു യൂസ്. ആൻഡ് പെയർഡ് വിത്ത് ദാറ്റ് ഹി ഈസ് യൂസിങ് ദിസ് കണ്ടീഷണർ. തീർന്നു, ഇനി അടുത്ത കണ്ടീഷണർ വാങ്ങാൻ ടൈമായി. ഇറ്റ് ഇസ് ഫോർ സ്കാൽപ്പ് പ്യൂരിഫൈ കണ്ടീഷണർ. ഓയിലി സ്കാൽപ്പിന് പറ്റിയ ഒരു കണ്ടീഷണറാണ്, വിച്ച് ഇസ് വെരി ട്രൂ. ഈ പ്രോഡക്റ്റ് ബിൽഡപ്പിനൊക്കെ പറ്റിയ ഒരു കണ്ടീഷണറാണ്. ഒരു നീം ലൈക്ക് ഫ്രേഗ്രൻസ് ആണ്. ടീ ട്രീ ഓയിൽ, പെപ്പർ മിൻറ്റ് ആൻഡ് വെറ്റിവർ ആണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അത് നമുക്ക് മണപ്പിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ഹെർബൽ ലൈക്ക് ഒരു മണമാണ് ഇതിനുള്ളത്. ആൻഡ് ഹീ ഈസ് യൂസിങ് ഇറ്റ് ഓൾമോസ്റ്റ് എവറി ഡേ ഐ ഗെസ്. ഞാൻ 1-2 തവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ മീ ഇപ്പം ഭയങ്കര തിക്ക് ഹെയർ ആണെങ്കിൽ ഇത് പോരാ. യു നീഡ് എ പ്രോപ്പർ തിക്ക് കണ്ടീഷണർ ഓർ എ മാസ്ക്. ബട്ട് അതല്ല ഡെയിലി യൂസിനാൽ, ഡെയിലി വാഷിനാണെങ്കിൽ ദിസ് കണ്ടീഷണർ വിൽ സെർവ് ദ പർപ്പസ്. ഹെയർ മാസ്കുകൾ ഈ വീഡിയോയിൽ വരാത്തതിൻ്റെ കാരണം ഞാൻ തായ്ലൻഡിൽ പോയപ്പോൾ കുറച്ച് ഹെയർ മാസ്കുകൾ വാങ്ങിച്ചു. അതാണ് ഞാനിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ വേറെ ഹെയർ മാസ്ക് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ബട്ട് അതർവൈസ് ഇഫ് ഐ വെയർ ടു ബൈ വൺ, ഞാൻ ഉറപ്പായിട്ടും പോയി ഈ ബെയർ അനാറ്റമിയുടെ കേൾ ഡിഫൈനിങ് മാസ്ക് അങ്ങ് തിരിച്ച് വാങ്ങിച്ചേനെ. ഐ ലവ് ദ ഫ്രേഗ്രൻസ്. All right, so that's it for today's video. I hope you guys enjoyed. എല്ലാ product links in description box ൽ ഉണ്ടായിരിക്കും. You can check that out. We will meet again. Until then, take care. Bye.